ഹലോ ഗൈസ്, അപ്പം ഞാൻ ചന്ദൂസ് വ്ളോഗർ. അപ്പം ഞാനിന്ന് ഒരു ബാഡ്ജാണ് ഉണ്ടാക്കുന്നത് സ്കൂൾക്ക് ഹിന്ദീൻ്റെ. അപ്പം നമ്മൾ അതെങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു കാർഡ്ബോർഡ് വേണം ഫസ്റ്റ്. അത് നമ്മൾ ഇതേപോലെ റൗണ്ടിൽ മുറിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മുറിച്ചിട്ട് ഇവിടെ വെയിലത്ത് ഉണക്കി കഴിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതാക്കി എടുക്കുക. പിന്നെ നമ്മുടെ ഇതേപോലെ ഒരു ഏത് കളർ ചാർട്ടാണെങ്കിലും എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിലും മുറിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനല്ല കേട്ടോ ഇത് മുറിച്ച്. പിന്നെ നമ്മൾ ഇതേപോലെ ഇതിൽ വരട്ട് വെച്ചിട്ടുണ്ട്. സ്കെയിലും പെൻസിലായിട്ട് ഇതേപോലെ ഇതാക്കി വരൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഇതാക്കി എടുക്കണം. അതിൻ്റെ പേര് ഇതൊരു സ്കെയിലിൻ്റെ അളവിൽ ഇതാക്കി മുറിച്ചെടുക്കണം. നമുക്ക് മുറിച്ചെടുത്തിട്ട് വേണം ഗൈസ്. അപ്പം നമ്മളിതാ വെട്ടിയെടുത്തിട്ട് ഇത് ഇപ്പോൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്ര ഒരു പേപ്പർ ഫുള്ളായിരിക്കും ഇട്ടത് ഉണ്ടോ, ലാസ്റ്റ് പേപ്പർ ഇട്ടത്. ഇനി ഇത് ഏതുകൊണ്ട് ഇത് ഫുള്ളും കവർ ചെയ്യണം ഉണ്ടോ, ലാസ്റ്റ് നമ്മൾ ഇത് ഇനി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇത് മാറ്റി അടിപൊളി സെറ്റാക്കണം. അപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് കാണാം. അപ്പം നമ്മളിത് ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചാർട്ടിൽ നിന്ന് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലില്ല ഈ റൗണ്ട് നമ്മൾ ആ ചാർട്ടിൽ നിന്ന് വെട്ടിയെടുക്കാണ്. പിന്നെ ഇത് മാർക്ക് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സ്കെയിലിൻ്റെ അളവിൽ നിന്ന്. പിന്നെ അത് കോമ്പസ് ആയിട്ട് എത്ര ഇഞ്ചാണ് അമ്മ? അത് 11 ആണ്. 11 ഇഞ്ചിലാണ് അത് വെട്ടിയിട്ടുള്ളത്. ഇതും 11 ഇഞ്ചാണ്, അതും 11 ഇഞ്ചാണ്. അപ്പം നമ്മളിത് വെയിലത്ത് കൊണ്ട് ഉണക്കിയിട്ട് വരാം. അപ്പം നമ്മൾ വെയിലത്ത് അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് വലിപ്പം ഉണ്ടോ നോക്കാം. ഇത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഏത് ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ മതി. നമ്മളിതിൻ്റെ വലിപ്പം നോക്കുകയാണ്. അത് 11 ഇഞ്ചുണ്ട്. കൊള്ളുണ്ട്, കറക്റ്റായിട്ടുണ്ട് ഗൈസ്, കറക്റ്റായി. അത് നമ്മൾ ഗ്ലൂ ഇട്ട് ഒട്ടിക്കാൻ പോവാണ്. ഗ്ലൂ ഒട്ടിക്കണം. ഞാൻ പിന്നെ ഇവിടെ സ്കെയിൽ ഇത് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ അത് ഒട്ടിച്ചിട്ട് ഇത് വെട്ടിയെടുത്തിട്ടും കാണാം. അപ്പം നമ്മളിതാ എഴുതിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉറക്കായിട്ടുണ്ട്. ഇനി ഇതൊക്കെ വൃത്തിയാക്കേണ്ട ഇതിൻ്റെ പണിയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒക്കെ തിന്ന് കഴിഞ്ഞിട്ടൊക്കെ വൃത്തിയാക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ അമ്മ അവിടെ വാഴയിലയിൽ നമ്മുടെ പൊരിച്ചോറുണ്ടാക്കാണ്. അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ വാട്ടി നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി പോവാണ്. അപ്പം നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് അമ്മ വാഴയിലൊക്കെ വാട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.